ഞാൻ പറഞ്ഞതല്ലേ ഇന്ന് പോണ്ടാന്ന്. ഒരാഴ്ചത്തേക്ക് ലീവ് എക്സ്റ്റെൻഡ് ചെയ്യാൻ. എന്റെ പൊന്നാമി, എനിക്ക് ആഗ്രഹമില്ലഞ്ഞിട്ടാണോ? ഒരാഴ്ചയല്ല, 1 മാസം ലീവ് എടുത്ത് നിന്റെ പരിചരണത്തിൽ ജീവിക്കണമെന്നാ എന്റെ മോഹം. പിന്നെന്താ തടസ്സം? 1 മാസത്തെ ലീവിന് അപ്ലൈ ചെയ്യണം. ഫസ്റ്റ് ലീവ് കിട്ടിയതന്നെ. എന്റെ ആമി, നീ എന്തറിഞ്ഞിട്ടായി പറയുന്നേ? ഇന്നലെ ഒരു ദിവസം തന്നെ ഞാൻ പോകാതിരുന്നതിന്റെ പാട് എനിക്കറിയൂ. കംപ്ലീറ്റ് കലങ്ങി മറിഞ്ഞു പോയി. ഇന്ന് ഞാൻ ചെന്നില്ലെങ്കിലേ ആകാശം ഇടിഞ്ഞു വീഴുമായിരിക്കും അല്ലേ? വീഴുവാണെങ്കിൽ വീഴട്ടെ. ഈ കണ്ടീഷനിൽ ഞാൻ എങ്ങോട്ടും വിടില്ല. എന്റെ കണ്ടീഷൻ എന്താ ഒരു കുഴപ്പം? ഒരു കുഴപ്പമില്ലല്ലേ? ഈ കൈ ഇരിക്കുന്ന ഇരിപ്പ് നോക്കി. വേദന നീര് ഇതുവരെ മാറിയിട്ടില്ലല്ലോ. അയ്യോ, അതൊക്കെ എപ്പോഴേ മാറി. ഞാൻ കണ്ടില്ലേ, നോക്ക്. ഇന്ന് ദത്തേട്ടൻ മാത്രം പറഞ്ഞാ മതിയോ? പിന്നെ എന്റെ വേദനയുടെ കാര്യം വേറെ ആരെ പറയണ്ടാമീ? ദത്തേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും ഇക്കാര്യത്തിൽ വിട്ടുതരാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. ദത്തേട്ടൻ ഇന്ന് എങ്ങോട്ട് പോകുന്നില്ല. ഇത് എന്റെ തീരുമാനാ. നിന്നെക്കാളും മുമ്പ് ഈ തീരുമാനം എടുത്ത ഞാൻ. എന്റെ ആമി, നിന്റെ സ്നേഹം അനുഭവിച്ച് എനിക്ക് കൊതി മാറിയിട്ടില്ല. പിന്നെന്തിനാ പോകുന്നേ? പിന്നെ അതെ, ചീഫ് മിനിസ്റ്റർ പറഞ്ഞ പിന്നെ എനിക്ക് പോകാതിരിക്കാൻ പറ്റുമോ? ചീഫ് മിനിസ്റ്ററോ? ചീഫ് മിനിസ്റ്റർ. ചീഫ് മിനിസ്റ്റർ ദത്തേട്ടനെ വിളിച്ചോ? മിനിസ്റ്റർ വിളിച്ചിട്ടില്ല. മിനിസ്റ്റർ പറഞ്ഞിട്ട് സെക്രട്ടറിനെ വിളിച്ചു. സത്യം? സത്യം. പിന്നെ ഞാൻ എന്തിനാ കള്ളം പറയുന്നത്? എന്റെ ആമി, നിനക്കിതുവരെ നിന്റെ ദത്തേട്ടന്റെ വില മനസ്സിലായിട്ടില്ല. ഒരു ദിവസം എനിക്ക് മാറി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാ. പറയുമ്പോ ഞാനൊരു സാധാരണ IPS ഓഫീസറാ. പക്ഷെ ഡിപ്പാർട്ട്മെന്റിലും പൊളിറ്റീഷ്യൻസിന്റെ ഇടയിലും ഒക്കെ എനിക്കുള്ള മതിപ്പെന്താണെന്ന് നിനക്കറിയാവോ? SP ഉമാദത്തൻ എന്ന് പറഞ്ഞാലേ അവർക്ക് മാരിക്കും. എനിക്കറിയാം എന്റെ ദത്തേട്ടൻ വലിയ ആളാണെന്ന്. പക്ഷെ ദത്തേട്ട, ഞാൻ ഈ ദുശ്ശാഠ്യങ്ങളൊക്കെ പിടിക്കുന്നതേ ദത്തേട്ടനോടുള്ള സ്നേഹം കൊണ്ടല്ലേ. ദത്തേട്ടന്റെ ആരോഗ്യം എനിക്ക് എല്ലാത്തിലും മുഖ്യം. പക്ഷേ മുഖ്യമന്ത്രിയേക്കാൾ വലിയൊരു മുഖ്യം ഒരു പോലീസ് ഓഫീസറുടെ ജീവിതത്തിൽ എന്താ ആമിയുള്ളത്? അതൊക്കെ ഞാൻ സമ്മതിച്ചു. ദത്തേട്ടൻ ഇത്രയും വലിയൊരാളാണെന്ന് അറിയുമ്പോ എനിക്ക് ഒരുപാട് സന്തോഷവും അഭിമാനവും ഒക്കെ ഉണ്ട്. പിന്നെന്താ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഈ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള സ്പെഷ്യൽ കോൺഫറൻസ് ഇന്ന് 11 മണിക്കാണ് വെച്ചിരിക്കുന്നത്. എന്നാ ശരി. അയ്യോ മീറ്റിംഗിലിരിക്കുമ്പേ ആരും കാണാതെ ചീഫ് മിനിസ്റ്റർ വെച്ച് എനിക്കൊരു സെൽഫി എടുത്തയക്കണേ. ചുമ്മാ എനിക്കൊന്ന് അഹങ്കരിക്കാനാ. അതൊക്കെ വലിയ ബുദ്ധിമുട്ടാമി. നമ്മുടെ ചീഫ് മിനിസ്റ്ററുടെ സ്വഭാവം അറിയാലോ, മൂക്കത്തെ ചൂണ്ടി. ഇനി അങ്ങനെയാണ് കണ്ടാലേ അവർ ഒറ്റ കാരണം മതി കാസർഗോട്ടേക്ക് പണിഷ്മെന്റ് ട്രാൻസ്ഫർ അടിച്ചാൽ. എന്നാലും ഒന്ന് ശ്രമിക്കണേ ദത്തേട്ടാ. അതൊക്കെ ഞാൻ ശ്രമിക്കാം. എന്നാ പോട്ടെ, പോവാൻ വരട്ടെ. ഇനി എന്ത് വേണം? മിനിസ്റ്ററിന്റെ കൂടെയൊക്കെ സംസാരിച്ച് പിടിച്ചു നിൽക്കാനുള്ളതല്ലേ ദത്തേട്ടൻ. ഈ മുട്ടയും പാലും ഒക്കെ കഴിച്ചേ. അത്രേ ഉള്ളോ? ഇപ്പൊ ശരിയാക്കി തരാമേ.